മോഹൻലാലിന്റെ സിനിമാ കരിയറിൽ നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമകളിൽ ഒന്നാണ് ദൃശ്യം ഫ്രാഞ്ചൈസിയിൽ വരാൻ പോകുന്ന ദൃശ്യം 3 എന്ന സിനിമ. ദൃശ്യം 3യെ കുറിച്ച് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം ദൃശ്യം 1ഉം 2ഉം ഉണ്ടാക്കിയ ഇമ്പാക്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇനി മൂന്നാമത്തെ ഭാഗം എങ്ങനെയായിരിക്കും എന്ന് അറിയാനുള്ള ആകാംക്ഷ, ജിത്തുവും മോഹൻലാലും ഒന്നിക്കുമ്പോഴുള്ള ഒരു ആകാംക്ഷയുണ്ടല്ലോ, അത് ദൃശ്യം ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇപ്പോഴത്തെ ദൃശ്യം 3യെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത് ആസിഫ് അലിയാണ്. ആസിഫ് അലി നായകനെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ലെവൽ ക്രോസ്. സൂപ്പർ ഹിറ്റ് ചിത്രം കൂമന് ശേഷം ജിത്തു ജോസഫ് അവതരിപ്പിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഈ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ജിത്തു ജോസഫിനെ കുറിച്ചും ദൃശ്യം 3യെ കുറിച്ചും ആസിഫ് അലി പറഞ്ഞത്. കൂമന്റെ സ്ക്രിപ്റ്റ് റീഡിങ്ങിന്റെ സമയത്ത് നമുക്ക് ജിത്തു സാറിനെ കാണുമ്പോൾ ദൃശ്യത്തെക്കുറിച്ച് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് മൂന്നാം ഭാഗത്തെക്കുറിച്ച് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ സാർ പറഞ്ഞത് എല്ലാ 3-4 ദിവസം കൂടുമ്പോഴും ദൃശ്യത്തിന്റെ അടുത്ത പാർട്ടിന്റെ കഥയുമായി ഒരാൾ ഏതെങ്കിലും രീതിയിൽ എന്നെ ബന്ധപ്പെടാറുണ്ട് എന്നായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലൂടെ ആകാം, ഫോണിലൂടെ ആകാം, നേരിട്ടാകാം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴിയാകാം എന്നും ജിത്തു സാർ പറയുകയാണ്. എന്നാൽ സാർ ആ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ കൂമൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തു. എത്രയോ ആളുകൾ പല അവസരങ്ങളിലായി അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു. ദൃശ്യത്തിന്റെ അടുത്ത പാർട്ടിനുള്ള തോട്ടുണ്ടെന്ന് പറഞ്ഞാണ് അവരൊക്കെ വന്നത്. നമുക്ക് നോക്കാം, ആലോചിക്കാം എന്നൊക്കെയാണ് ജിത്തു സാർ അവരോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് എങ്ങനെയെങ്കിലും ഗിരി ആ കേസ് ഒന്ന് അന്വേഷിക്കാൻ വന്നാലോ എന്ന് ചോദിച്ചിരുന്നു. അത് നല്ല ഒരു ക്രോസ് ഓവർ ആകുമായിരുന്നു. ജിത്തു ചേട്ടന് ഒരു പ്രത്യേകതയുണ്ട്, അദ്ദേഹം ഒരു സാധ്യതയും തള്ളിക്കളയില്ല. സാർ വേറൊന്നും വിട്ടു പറഞ്ഞില്ല. ആസിഫ് അലി പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ: ദൃശ്യം 3യിൽ കൂമൻ എന്ന ചിത്രത്തിൽ ആസിഫ് അലി അവതരിപ്പിച്ച ഗിരി എന്ന കഥാപാത്രം വരുന്നു എന്ന രീതിയിലുള്ള ഒരു ചർച്ച പ്രേക്ഷകർ തന്നെ നടത്തിയിരുന്നു. പിന്നീട് ആസിഫ് അലിയും ഇക്കാര്യം പറഞ്ഞപ്പോൾ വലിയ കൗതുകമാണ് സൃഷ്ടിച്ചത്. എന്തായാലും ദൃശ്യം 3 എന്ന സിനിമയുടെ വർക്കുകൾ അണിയറയിൽ നടക്കുന്നുണ്ട്. ജിത്തു ജോസഫ് സ്ക്രിപ്റ്റിംഗ് നടത്തുന്നു എന്ന രീതിയിൽ ബോളിവുഡ് തന്നെ വലിയ വാർത്തകൾ കൊടുത്തിരുന്നു. എന്നിരുന്നാലും മോഹൻലാലിന്റെ അപ്കമിംഗ് റിലീസുകളിൽ ദൃശ്യം 3യും ഉണ്ട് എന്നതാണ് മറ്റൊരു കൗതുകം.